നമസ്കാരം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നതോടെ പുറത്തു വരുന്നത് വമ്പൻ കള്ളക്കളികൾ തന്നെയാണ്. പാകിസ്ഥാൻ ചാരയായ യുവതിയെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി പണം കൊടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ചിലവിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം പകർത്താൻ കൊണ്ടുവന്ന ടൂറിസം വകുപ്പ് സംശയ നിഴലിലാകുമ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി റിയാസിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ടൂറിസം മന്ത്രിക്ക് ബാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ റിയാസിനെതിരെ ചോദ്യശരങ്ങളുമായി രംഗത്ത് വരികയാണ് PV അൻവർ MLA. ആയിരക്കണക്കിന് ബ്ലോഗർമാർക്കിടയിൽ നിന്നും ജ്യോതി മൽഹോത്രയെ തിരഞ്ഞെടുത്തത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് അൻവർ ചോദിക്കുന്നു. ജ്യോതി മൽഹോത്ര അറസ്റ്റിലായ സമയത്ത് എന്തുകൊണ്ടാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ വിവരം കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാതിരുന്നത്? അറസ്റ്റ് വിവരം അറിഞ്ഞിട്ടും ചാരവൃത്തി പോലുള്ള ഗൗരവതരമായ വിഷയമായിരുന്നിട്ട് പോലും ഈ വിവരം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നും അൻവർ സംശയമുയർത്തി. വ്ലോഗർ ജ്യോതി മൽഹോത്ര ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമായി നിരന്തരം ഫോൺ സംഭാഷണം നടത്തിയെന്നും PV അൻവർ ആരോപിച്ചു. ഇതെന്തിനാണ് എന്ന് ചോദിച്ച അദ്ദേഹം ബ്ലോഗർ ജ്യോതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സഹായം കിട്ടിയോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖറിനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അൻവർ. ജ്യോതി മൽഹോത്ര വിഷയം എന്തുകൊണ്ടാണ് ടൂറിസം വകുപ്പ് മറച്ചുവെച്ചത് എന്നും ടൂറിസം മന്ത്രിയുമായി അവർ നിരന്തരം ഫോൺ സംഭാഷണം നടത്തിയത് എന്തിനാണ് എന്നും അൻവർ ചോദിച്ചു. ചാരക്കേസിൽ ജ്യോതി അറസ്റ്റിലായപ്പോൾ വിവരം ടൂറിസം വകുപ്പ് പുറത്തു പറഞ്ഞില്ല. ഇക്കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുമുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തത്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ടൂറിസം വകുപ്പിന് വേണ്ടി പ്രമോഷൻ നടത്തിയ വ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നു ഈ യാത്രകൾ എന്നാണ് ആരോപണം. അതായത് സംസ്ഥാന സർക്കാരിന്റെ ചിലവിൽ പാകിസ്ഥാൻ ദൗത്യം പൂർത്തിയാക്കി. 33-കാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും തെളിഞ്ഞു. പാക് ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിരുന്നു. പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു. ISIയുടെ ചാരയാണ് ജ്യോതി എന്നാണ് സൂചന. കേരളത്തിൽ ജ്യോതിക്ക് യാത്രയും താമസവും ഒരുക്കി പണവും നൽകുകയായിരുന്നു ടൂറിസം വകുപ്പ്. സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ക്ഷണം. കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം. ജ്യോതി ഉൾപ്പെടെ എത്തിച്ചത് 41 പേരെയാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിന് എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു. യൂട്യൂബിൽ 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ തന്ത്രപ്രധാന സ്ഥലങ്ങളിലടക്കം സന്ദർശിച്ച ദൃശ്യങ്ങൾ പകർത്തി. സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചുവെങ്കിലും ഒന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല. കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകളടക്കം നിരവധി സ്ഥലങ്ങൾ ജ്യോതി സന്ദർശിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ അതിൽ ചിലതാണ്. മൂന്നാർ, തൃശൂർ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം, കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതിരപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിലും ഇവർ സന്ദർശനം നടത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാനുഭവമാണ് പ്രധാനം. ഇരവികുളം ദേശീയ ഉദ്യാനം, തേക്കടി, ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര, കോവളം ജഡായിപ്പാറ, വർക്കല, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുന്ന മറ്റൊരു വ്ലോഗും ഉണ്ട്. അതേസമയം സംസ്ഥാനത്തിന് പുറത്തു നിന്നുമുള്ള വ്ലോഗർമാരെ ടൂറിസം പ്രചരണത്തിനായി കൊണ്ടുവരാറുണ്ട് എന്നും ചാരപ്രവൃത്തി ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടല്ല ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് എന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് വിനോദസഞ്ചാര വകുപ്പിന്റെ ക്ഷണപ്രകാരമാണ് എന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത്. ബോധപൂർവം ഇത്തരം ആളുകളെ കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ എന്നും റിയാസ് ചോദിച്ചു. നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ബ്ലോഗർമാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നും
ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് കരുതിയില്ല എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ചാരവൃത്തിക്ക് സഹായം ചെയ്യുന്നവരാണെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നും മന്ത്രി ചോദിച്ചു. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെയും മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു.